അല്ല, ഈ അപ്പൂട്ടൻസ് ക്ലിനിക്ക് എവിടെയാ? നടന്നാണ് പോകുന്നതെങ്കിൽ നേരെ ചെല്ലുമ്പോ വലതുവശത്ത്. അല്ല, നമ്മളാരാ? അവിടെ ചാർജ് എടുക്കാൻ വന്ന ഡോക്ടറാ. ഒന്ന് താത്തി വെച്ചടാ. അപ്പൂട്ടാ വന്നു. ആര്? നീ കണ്ട സ്വപ്നത്തിലെ കാമുകൻ ഡോക്ടർ. ഹായ്. ഹായ്. സ്ഥലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല. നമ്പൂതിരി സ്മാർട്ട് ആയിട്ടുണ്ട്. ലേശം മണം വെച്ചിട്ടുണ്ട്. എന്റെ ദൈവേ, എനിക്കിത് കാണാൻ വയ്യേ. ഇതവൻ തന്നെ. നീ ഒന്ന് ഉഷാറാവപ്പെട്ടാ. അവര് കണ്ട മോശം കേട്ടോ. എന്താ അവിടെ? വാ അപ്പൂട്ട. ഡോക്ടർ, ഇത് അപ്പൂട്ടൻ, മൈ സ്പോൺസർ, ഓണർ ഓഫ് ദിസ് ഹോസ്പിറ്റൽ. He's loved and liked by everybody. പറഞ്ഞത് മനസ്സിലായോ? നമ്മൾ തമ്മിലുള്ള ലവ് ഇവനറിയരുത്. അതായത് നീ, പിന്നെ എവരിബഡി, ഒരുത്തരറിയരുത്. ബാക്കിയുള്ളവരൊക്കെ അപ്പൂട്ടൻ പരിചയപ്പെടുത്തും. ആ, ഡോക്ടർ നമ്പൂതിരിക്ക് താമസിക്കാൻ ഒരു ഇടം വേണം. വളരെ വൃത്തിയും വെടുപ്പൊക്കെ ഉള്ള ആളാ. നന്നായി ശ്രദ്ധിച്ചേക്കണേ. ശ്രദ്ധിക്കാം. വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നു. അമ്പിളി പറഞ്ഞ് ധാരാളം കേട്ടിരിക്കണു. പിന്നെ അപ്പൂട്ടനും കൂട്ടനും അന്ന് കോളേജിൽ വന്ന് കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങളെ കുറിച്ചും പറഞ്ഞു കേട്ടു. ഡോക്ടർ വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. എന്തിനാ മുത്തശ്ശിയെ വിളിച്ചത്? ഒരു മുത്തശ്ശി എന്നെ എടുത്ത് വളർത്തിയത്. അവന്റെ കൈ ഒടിഞ്ഞു മതിടാ. ബാക്കിയുള്ളവരെ കൂടി ഒന്ന് പരിചയപ്പെട്ടേ ഡോക്ടറെ. വേണ്ട, ഒരാളെ പരിചയപ്പെട്ടപ്പോ തന്നെ വല്ലാണ്ട് പറഞ്ഞു. ഇനി സമയമുണ്ടല്ലോ. ആ കസേര അവിടെ ഇട്ടേക്ക്. സിസ്റ്ററെ, ഈ സ്ക്രീൻ എടുത്ത് ഇവിടെ വെക്കൂ. ഡോക്ടർ ഇരിക്കൂ. എല്ലാവരും പരിചയപ്പെട്ടില്ലേ? എങ്ങനെയുണ്ട് അപ്പൂട്ടൻ? അപാരമായ ശാരീരിക ശേഷിയുണ്ട്. അത് മാത്രമല്ല, നല്ല മനസ്സാ. ആർക്കും വാരി കോരി കൊടുക്കും. എനിക്കും പിടിപ്പതങ്ങോട്ട് കിട്ടി. സംശയിക്കണ്ട, അമ്പിളിന്റെ വർത്താനത്തിന് പിടികിട്ടി. ഇത് ഓൻ തന്നെ. രാമൻകുട്ടി, കൈകാര്യം ചെയ്തില്ലെങ്കിൽ അമ്പിളി പിടിവിട്ട് പോവുകയാണ് പൊട്ട. ഡോക്ടർ നമ്പൂതിരിക്ക് താമസിക്കാൻ ഒഴിഞ്ഞു കിടക്കുന്ന നമ്മുടെ വടക്കേപ്പറമ്പിലെ വീടൊന്ന് സൗകര്യം ചെയ്തു കൊടുക്കണം. നിന്നെ ഉച്ചയ്ക്കൊന്ന് കാണണം. ചില കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കാനുണ്ട്. എങ്ങനെയുണ്ട് ഡോക്ടർ? ഏമായിട്ട് കുളിയും തേവാരും കഴിക്കണം. സ്വസ്ഥമായൊന്ന് കിടന്നുറങ്ങണം. അത്രയല്ലേ വേണ്ടൂ. ധാരാളം മതി. സർവ്വ ഐശ്വര്യങ്ങളും നിറഞ്ഞ വീടാ. നല്ല കാറ്റ്. ഇനി പ്രകൃതി ഭംഗി ആസ്വദിക്കണോ? അതും നടക്കും. വന്നോളൂ. ഡോക്ടർക്ക് ഈ മുറി മതിയാവുമല്ലോ? മതി. പിന്നെ മുമ്പ് ഈ വീട്ടിലൊരു കുടുംബം വാടകയ്ക്ക് താമസിച്ചിരുന്നു. അതിലൊരു പെൺകുട്ടി ഈ മുറിയിലാ തൂങ്ങിച്ചത്. ആ ഫാനിലാ കെട്ടി തൂങ്ങിയത്. കണ്ണും തുറച്ച് നാക്കും തള്ളി ദേ ഇങ്ങനെ ആടിയാടി നിന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ആരാവ്? ആരാ? ചോറ് കൊണ്ടുവന്നെന്ന് പറഞ്ഞതാ. അതിനിങ്ങനെ വിളിക്കണോ? പേടിച്ചു പോയോ? ഇല്ല. മനുഷ്യ ശരീരം കീറി മുറിച്ച് ഹൃദയവും കരളും കുടലും ഒക്കെ പുറത്തെടുത്ത് കഴുകി മിനുക്കി വെക്കുന്ന ഡോക്ടറല്ലേ. ഇങ്ങനെ പേടിച്ചാൽ എങ്ങനാ? ചോറ്. ഇന്നെന്താ ആഴ്ച? വെള്ളിയാഴ്ച. എന്റെ അമ്മോ, ഡോക്ടർ വന്ന് കേറിയ ദിവസം തന്നെ അത് സംഭവിക്കും. എന്താ ഇപ്പൊ അത്? പറയാ, തെളിച്ചു പറയാ. വെള്ളിയാഴ്ചയാണ് പ്രേതങ്ങളുടെ ഉപദ്രവം കലശലാവുന്നത്. എന്റെ ഭഗവതി, ഈ പാവത്തെ രക്ഷിക്കണേ. നമ്പൂതിരിയല്ലേ, ഊണ കഴിച്ച് കുറെ മന്ത്രങ്ങളൊക്കെ ജപിച്ച് കിടന്നോളുക.
ഹായ് പാവയ്ക്ക കൊണ്ടാട്ടം എനിക്ക് എന്ത് ഇഷ്ടമാണ്. എന്താ പേടിച്ചു പോയോ? ഞാൻ സ്നേഹിച്ചിരുന്നത് ഒരു നമ്പൂതിരി കുട്ടിയാ. അങ്ങേർക്ക് പാവയ്ക്ക കൊണ്ടാട്ടം വലിയ ഇഷ്ടമായിരുന്നു. ഞാൻ ജഗദമ്മ, ഇവിടെ ഫാനിൽ കെട്ടി തൂങ്ങിച്ചത്ത ജഗദമ്മ. ദേ വേറൊരുത്തി വന്നിരിക്കുന്നു. നീ ഏതടി? അലമേലു. എന്നെ അറിയില്ലേ? 3 ദിവസവും വാറ്റിച്ചടിച്ച തലമേലു. എന്നെ മനസ്സിലായില്ലേ? പൊന്നമ്മ, സ്റ്റൗ പൊട്ടിത്തെറിച്ച് മരിച്ച പൊന്നമ്മ. നമ്മളിൽ ഐലാബീവി കെട്ടിയോ കഴുത്ത് ഞെക്കിക്കൊന്നത് ഐലാബീവി. ഞങ്ങൾ ഹിന്ദു പ്രേതങ്ങളുടെ ഇടയ്ക്ക് മുസ്ലിം പ്രേതമായി നിനക്കെന്താടി കാര്യം? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇവിടെ മനുഷ്യരുടെ ജാതിയുടെയും മതത്തിന്റെയും പേരും പറഞ്ഞ് തമ്മി തട്ട. നമ്മള് പ്രേതങ്ങളത്തിലും അതെല്ലാം പറഞ്ഞ് ഒറ്റക്കെട്ടായി നിൽക്കണം. അത് ശരിയാ. എങ്കിലേ നമുക്ക് 4 പേർക്ക് കൂടി നമ്പൂതിയെ പങ്കിട്ടെടുക്കാൻ പറ്റും. അത് വേണ്ട, പുതിയ രീതി ഞാൻ കൊല്ലാം. അതൊക്കെ ശരി, രക്തം മുഴുവൻ കുടിച്ചേർക്കരുത്, ഞമ്മക്കും കൂടി വേണം. ആദ്യം ഞാൻ കൊല്ലാം. ആരാ ആരാ ആരാന്ന് ആരാ ആരാ ആരാന്ന് ടെമ്പറേച്ചർ കുറഞ്ഞോളൂ. ഒരു കോഴ്സ് കൂടെ റിപ്പീറ്റ് ചെയ്താൽ മതി. അയ്യോ, നെറ്റിയിൽ എന്ത് പറ്റി ഡോക്ടർ? ഒരു ചവിട്ട് അങ്ങോട്ട് കിട്ടി. ചവിട്ടോ? ഓ, അതായത് കുളിമുറിയിൽ ഒരു ചവിട്ട് അങ്ങോട്ട് ചവിട്ടിയതും കാലൊന്ന് പിടഞ്ഞു. ഒരു ചെറിയ ഇഞ്ചുറി, വലിയ കുഴപ്പമില്ല. പുതിയ വീട്ടിൽ പ്രവേശിച്ച ദിവസം തന്നെ ഡോക്ടർക്ക് ഒരു അടയാളം കിട്ടിയല്ലോ. ഓരോ സ്പൂൺ 3 നേരം. ഹലോ, നമസ്കാരം. നമസ്കാരം. അല്ല, ഇതെന്ത് പറ്റി? കട്ടളയിലൊന്ന് മുട്ടിയതാ. അയ്യോ, പഴയ വീടല്ലേ. കട്ടളക്കൊക്കെ വളരെ പൊക്കം കുറവാ. ഡോക്ടറെ പോലെ തന്നെ. കട്ടള പ്രശ്നം വെച്ച് ബാക്കിയൊക്കെ സുഖമാണല്ലോ. ഓ, പരമസുഖം. രാത്രി നല്ല ഉറക്കം കിട്ടിയല്ലോ. സൗണ്ട് സ്ലീപ്പ് ആയിരുന്നു. അയ്യോ, ഉറക്കത്തിൽ സൗണ്ട് കേട്ടുന്നു. ഹേയ്, സുഖനെതിരയിലായിരുന്നു. ഒരു സ്വപ്നം പോലോട് കണ്ടില്ല. അയ്യോ, എന്തൊരു അത്ഭുതം. അപ്പൂട്ടാ, ദാ വരണു. പിന്നെ കട്ടള മാറ്റി വെക്കാൻ ഏർപ്പാട് ചെയ്യാം. വെറുതെ തട്ടി മുട്ടി നെറ്റി പഞ്ചറാക്കണ്ട. ഡോക്ടറുടെ നെറ്റി നല്ല വിശാലമായ നെറ്റിയല്ലേ. ഭാഗ്യലക്ഷണമാണ്. ഇപ്പൊ വരാട്ടോ. ഡോക്ടർ നമ്പൂതിരി എന്ത് നല്ല മനുഷ്യൻ. പച്ചവെള്ളം കൊടുത്താൽ ചവച്ചു കുടിക്കും. എന്തോ എനിക്ക് അദ്ദേഹത്തെ വല്ലാതെ അങ്ങ് ബോധിച്ചു. കലക്ക ചികിത്സയായിരിക്കും അല്ലേ? ആ, റിസൾട്ട് അറിയാറായി വരുന്നതല്ലേ ഉള്ളൂ. ആട്ടെ, നമുക്ക് അദ്ദേഹത്തിന്റെ ശമ്പളം നിശ്ചയിക്കണ്ടേ? അത് എത്രയാന്ന് വെച്ചാൽ അമ്പിളി തന്നെ അങ്ങ് നിശ്ചയിച്ചാ മതി. ബുദ്ധിമുട്ടുള്ള ആളാ, ഒരു 3000 കൊടുക്കണ്ടേ? ഏയ്, അതുപോരാ. മാന്യനായ ഒരു ഡോക്ടർ അല്ലേ. 5000 രൂപ കൊടുത്തേക്കാം. അപ്പൂട്ടന്റെ ഇഷ്ടം. അതൊന്ന് നമ്പൂരി അറിയിച്ചേക്ക്. ആയിക്കോട്ടെ. ഡോക്ടറെ, എന്തെങ്കിലും പറയാണ്ട് ചാഞ്ചന്റെ അകലെ എന്നങ്ങോട്ട് പറഞ്ഞാൽ മതി. ഓ, ഈ ഡോക്ടറുടെ ഒരു തമാശ. പിന്നെ ശമ്പളം നിശ്ചയിച്ചു. പ്രതിമാസം 5000 രൂപ. എന്താ മതിയോ? മറ്റാനുകൂല്യങ്ങളും ഞാൻ തരുന്നുണ്ട് ഡോക്ടറെ. എന്റെ ജീവന്റെ ജീവനല്ലേ. എന്തു പറ്റി ഡോക്ടർ? ധൃതരാഷ്ട്രാലിംഗനം എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ അനുഭവിച്ചറിഞ്ഞു. ഞാൻ അങ്ങനെ ഒരാളെ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ പിന്നെ ആലിംഗനം, ചുംബനം, താടനം. രാമൻകുട്ടി, അടിക്കാനാണെങ്കിൽ ഒറ്റടിക്കവൻ തികയില്ല. പക്ഷേ അമ്പിളി അറിയല്ലോ. അയാൾ ആളൊരു അമുക്ക് സൈസാ. ഇന്നലെ രാത്രിയിൽ ഉണ്ടായ സംഭവങ്ങളൊന്നും അമ്പിളിയോട് പറഞ്ഞിട്ടേ ഇല്ല. എന്തായാലും ഭയപ്പെടുത്താ പോണെന്നല്ല. ദേഹത്ത് ഏതോ ഒരു സൂത്രം കിടപ്പുണ്ട് പോലും. പ്രേതബാധയൊന്നും യേശുല്ല. എന്നാലും ഒന്ന് കാണണമല്ലോ. ഇരുട്ടടി അടിക്കാം. ആദ്യം പുകച്ച് പുറത്ത് ചാടിക്കാം, പിന്നെ മതി പെരുമാറ്റം. വാ, ചാത്തിനേറ് തുടങ്ങാം. പിടി തുടയ്ക്കാം. ഭൂതഗണങ്ങളാണ്. വീടൊഴിഞ്ഞു പൊക്കോ.